എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ അവിവാഹിതരായ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പഠിക്കുക, ഒരു ജോലി കിട്ടുക, പിന്നെ വിവാഹം കഴിക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അങ്ങനെയല്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം നേടണം എന്നുള്ള ചിന്തയുണ്ട്. അതിനുശേഷം കരിയറിൽ അവരിഷ്ടപ്പെടുന്ന പൊസിഷനിൽ എത്തണം എന്നുള്ള പ്രയോറിറ്റി ഉണ്ട്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ചിന്തയുണ്ട്. അവർ ഫിനാൻഷ്യലി സെറ്റിലായതിനു ശേഷം മാത്രം മതി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സമയം ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും വിവാഹം ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഫിനാൻഷ്യൽ പ്രഷർ. ആദ്യം തന്നെ നമുക്ക് കല്യാണം ശരിയാവണമെങ്കിൽ നല്ലൊരു വീട് ആവശ്യമുണ്ട്, പിന്നെ നല്ലൊരു വാഹനം ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വിവാഹമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരുപാട് പൈസ ചിലവാകും. അത് കഴിഞ്ഞ് വെഡ്ഡിങ്ങിന് ഒരുപാട് ചിലവുണ്ട്. അത് കഴിഞ്ഞൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എന്നെ കൊണ്ട് താങ്ങുമോ, ഞാൻ റെഡി ആയിട്ടില്ല, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ആളുകൾ വിവാഹം ഡിലേ ആക്കാറുണ്ട്. പിന്നെയുള്ളതാണ് ഫിയർ ഓഫ് ഡിവോഴ്സ് അല്ലെങ്കിൽ ഫെയിൽഡ് റിലേഷൻഷിപ്പ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും നമ്മൾ കാണുകയാണ്, ഒരുപാട് വിവാഹം കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോഴേക്കും ആളുകൾ ഡിവോഴ്സ് ആവുന്നതും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. പൊതുവെ പുരുഷന്മാരെ അധികവും പറയാറുണ്ട് യാതൊരു സമാധാനവും ഇല്ല എന്നുള്ള, ഒരു സ്ത്രീകൾ ഒരുപാട് സൗകര്യം കൊടുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന, മാരേജിലൊരു സുഖമില്ല, സ്വാതന്ത്ര്യം പോയി, സന്തോഷമില്ല, സമാധാനക്കേട് എന്നൊക്കെ ഉള്ളത് പൊതുവെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ എൻ്റെ ഇപ്പോഴുള്ള ഫ്രീഡമൊക്കെ പോവോ, ഇനി ഇതൊരു ഫെയിലായി പോവോ എന്നുള്ള, വെറുതെ നമ്മൾ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ട് ഓരോ കാര്യത്തിന് പുറപ്പെട്ടിട്ട് അവസാനം ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള പേടി കൊണ്ട്, പിന്നെ ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് കരുതും ഡിവോഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നുള്ള ടെൻഷൻ കൊണ്ട് ആകെ വഴക്കും ബഹളവും ആവുകയുള്ള, സമാധാനം പോവുക എന്നൊക്കെ കരുതിയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം പരാജയപ്പെട്ടു പോവുമോ എന്നുള്ള പേടി കൊണ്ട് ആളുകൾ വിവാഹത്തിന് മുതിരാതിരിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ പാസ്റ്റ് ഉള്ള ആളുകൾ, ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെയുള്ള ആളുകളുണ്ട്. അച്ഛനും അമ്മയും എപ്പോഴും വഴക്കിടുന്നത് കണ്ടു വളരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അച്ഛനും അമ്മ തന്നെ ആവണമെന്നില്ല, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ബന്ധത്തിലുള്ള ആരുടെയെങ്കിലുമൊക്കെ വിവാഹത്തിലെ പ്രശ്നങ്ങൾ കണ്ടിട്ട് അതൊരു ട്രോമ പോലെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി പോവും, എനിക്ക് അങ്ങനെ ആവണ്ട എന്നൊരു ചിന്ത ചെറുപ്പത്തിലേ ഇവരുടെ മനസ്സിൽ വരും. അപ്പം അങ്ങനെ വിവാഹത്തെ പേടിച്ചിട്ട് അത് വേണ്ട എന്ന് വയ്ക്കുന്ന ആളുകളുണ്ട്. പിന്നെയുള്ളതാണ് ചേഞ്ചിങ് മൈൻഡ് സെറ്റ് അബൌട്ട് റിലേഷൻഷിപ്പ്. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുക എന്നുള്ളതൊരു അത്യാവശ്യ കാര്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു. ഇല്ലെങ്കിൽ ആളുകളൊന്നും യാതൊരു സൗകര്യവും നമുക്ക് തരില്ല. വിവാഹം കഴിച്ചില്ല, ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ പിന്നെ വിവാഹം ആയില്ലേ എന്ന് ചോദിച്ച് ആളുകൾ സൗകര്യം കെടുത്തും. അപ്പോൾ അതെന്തോ അത്യാവശ്യം വേണ്ട സംഭവമാണ് എന്നൊരു ചിന്തയായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഇപ്പോഴത്തെ ആളുകളുടെ മൈൻഡ് സെറ്റൊക്കെ മാറി വരുന്നുണ്ട്. വിവാഹം വേണമെങ്കിൽ ചെയ്യാം, അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ അവിവാഹിതരായി തുടരുന്നതിൽ, സിംഗിളായി ജീവിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന് കരുതുന്ന ഒരു സമൂഹം ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകളും അതിനോട് ഏതാണ്ട് പൊരുത്തപ്പെട്ട് വരികയാണ്. അങ്ങനെയുള്ള ജീവിതങ്ങൾ, ലിവിങ് റിലേഷൻഷിപ്പ് ആവാം, ഇല്ലെങ്കിൽ സിംഗിളായി തന്നെ തുടരാം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. പണ്ടത്തെ പോലെ വിവാഹം കഴിച്ചേ മതിയാവൂ എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ അധികം ആളുകൾക്കില്ല. പിന്നെയുള്ളതാണ് ഹൈ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് നോ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള സംഭവം. നമുക്ക് വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടായിരിക്കണം, കാണാൻ വലിയ കുഴപ്പമുണ്ടാവരുത്, പിന്നെ ഫാമിലി നല്ലതായിരിക്കണം, പിന്നെ ഇമോഷണൽ കമ്പാറ്റബിലിറ്റി ഉണ്ടായിരിക്കണം, നമ്മുടെ വാല്യൂസിനൊക്കെ അനുസരിച്ചുള്ള രീതിയിലുള്ള ആളായിരിക്കണം, പിന്നെ ഇപ്പോൾ എക്സ്പെൻസസ് ഒക്കെ ഷെയർ ചെയ്യണം എന്നുള്ള ചിന്തയുള്ള ആളുകളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം, വീട്ടുജോലി മൊത്തം നീ ചിലവ് മൊത്തം ഞാൻ എടുത്തോളാം എന്നൊക്കെ കരുതുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യണം എന്നുള്ള ചിന്ത കൂടുതലായിട്ട് വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് മെൻ്റലി പ്രിപ്പയർഡ് ആവാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അതിനൊന്നും റെഡിയല്ല. അഡ്ജസ്റ്റ്മെൻറ്റ് എന്നെ കൊണ്ട് നടക്കില്ല, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല, എൻ്റെ വാല്യൂസിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല, എക്സ്പെൻസ് ഷെയർ ചെയ്യുന്നതിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. ഇതിനൊക്കെ റെഡിയാവുകയാണെങ്കിൽ മാത്രമേ വിവാഹം ശരിയാവുകയുള്ളൂ എന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒത്തുവരുന്ന ഒരാളെ കിട്ടുക, ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടും അങ്ങനെയുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻസും നമ്മുടെ ഡിമാൻഡ്സും ഒക്കെ കൊണ്ട്
വിവാഹം ശരിയാവാത്ത ആളുകളുമുണ്ട്. പിന്നെയുള്ളൊരു സംഭവമാണ് സെൽഫ് അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പണ്ടൊന്നും ആളുകൾക്ക് അവനവനെ പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. ഒരു പ്രായമെത്തുമ്പോൾ അച്ഛനും അമ്മയും കുടുംബക്കാരും ഒക്കെ വിവാഹത്തിന് പ്രായമായി, ഇനി നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ അന്വേഷിച്ച് ആരെങ്കിലുമൊക്കെ കണ്ടെത്തി തരും, നമ്മൾ വിവാഹം കഴിക്കുന്നു, അങ്ങനെ ജീവിതം തുടങ്ങുന്നു. പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും മനസ്സിലാവും. പിന്നെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി തള്ളി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ട്. അവർക്കറിയാം അവർക്ക് ഇന്നത് വേണം, ഇന്നത് വേണ്ട, ഇങ്ങനെയുള്ള സംഭവമാണെങ്കിൽ ഞാൻ ഓക്കെ ആവുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കിത് ശരിയാവില്ല എന്നൊക്കെയുള്ള ഒരു അവനവന് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള ഒരു സെൽഫ് അവയർനെസ് ആളുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ഒത്തുപോവാത്ത ഒരു സംഭവത്തിലേക്ക് കടക്കാൻ അവർ റെഡിയാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രീഡം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ കരുതുമ്പോൾ അവരത് വേണ്ടാന്ന് മനഃപൂർവ്വം അങ്ങ് വയ്ക്കും. പിന്നെയുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ലേറ്റ് മെച്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്സാണ്. ചിലർ പെട്ടെന്നൊന്നും മെച്യൂർ ആവില്ല. അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്നത്, എൻജോയ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു അടിപൊളി ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-35 വയസ്സൊക്കെ ആകുമ്പോഴേ അവർക്ക് തോന്നുള്ളൂ ഇനി ഒരു ഫാമിലി ആവാം എന്നുള്ളൊരു ചിന്തയിലേക്ക്, അവർ ഇനി ഒന്ന് സെറ്റിൽ ആവാം എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവുന്നുണ്ടായിരിക്കാം. ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് വിവാഹത്തിലേക്ക് കിടക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അവർക്ക് തന്നെ തോന്നണം. അപ്പോൾ ചിലർക്കത് തോന്നാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടും അവരുടെ വിവാഹം വൈകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അവിവാഹിതരായ ആളുകളുടെ എണ്ണം നമ്മുടെ ഇടയിൽ കൂടി വരുന്നത്. ഇതൊരിക്കലും ഒരു തെറ്റല്ല, അവനവൻ്റെ ചോയ്സാണ്. നമ്മളെപ്പോൾ ഫാമിലി തുടങ്ങണമെന്നും അതോ തുടങ്ങണ്ടേ, വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവനവൻ്റെ ചോയ്സാണ്. ഇതിൽ മറ്റുള്ളവരെ അഭിപ്രായം പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല.